എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് രാവിലെയും രാത്രിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവട്ടെ. ഇതിൻ്റെ ഫ്ലേവറൊക്കെ അത്രയും അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് സാധാ വെള്ളം, പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കല്ല, പൂരിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താലാണ് കുറച്ചുകൂടെ നല്ലത്. ഒരുപാട് ലൂസാക്കണ്ട, കുറച്ച് ടൈറ്റിലൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അതേ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെയായിട്ട് കുറച്ചൊന്ന് ഓയിലാക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാവരുടെയും ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇത് നമ്മൾ ചെയ്യാനായിട്ട് 2 ഫ്ലേവറിലുള്ള മാവാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഫ്ലേവറിലുള്ള മാവ് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള മാവ് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കൂടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഞാൻ 1 കപ്പ് മല്ലിയില കഴുകിയെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമല്ലാത്തവർക്കും ഇത് ഇഷ്ടമാവും കേട്ടോ. കാരണം മല്ലിയിലയുടെ കുത്തുന്ന ഫ്ലേവറൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല രസമായിരിക്കും കഴിക്കാൻ. ഇതിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാത്ത പോലെ. ഇനി നമുക്ക് അടുത്ത മാവ് കുഴച്ചെടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് അങ്ങനെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, മല്ലിയിലയുടെ, അത് വെച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് തികഞ്ഞില്ലെങ്കിൽ മാത്രം 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചാൽ മതി. അത്യാവശ്യം ഇത് വെച്ച് ചെയ്യുമ്പോൾ തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാവിന് നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ കുറച്ച് കാണാനൊരു ഭംഗിയും കൂടി ഉള്ളതുകൊണ്ട് ഇഷ്ടമല്ലാത്ത കുട്ടികൾ പോലും, കഴിക്കാൻ മടിയുള്ള കുട്ടികൾ പോലും കഴിച്ചോളും. അപ്പോൾ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. ഇത് വെക്കുകയാണെങ്കിൽ മാത്രം ഓയിലാക്കി കൊടുത്താൽ മതി. നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മേലെ ഓയിലാക്കേണ്ട ആവശ്യമില്ല. 2 മാവും കൂടെ ഒരുമിച്ചെടുത്തിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യത്തെ മാവിനെ 4 പീസാക്കി എടുക്കുന്നുണ്ട്. ഒരേ സൈസിൽ 4 ബോൾസാക്കി എടുക്കുക. അപ്പോൾ നമ്മളെല്ലാം ബോൾസ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ അടുത്ത മാവ് അതുപോലെ ചെയ്യാനായിട്ട്. ശരിക്കും ഇതിന് കഴിക്കാനായിട്ട് കറിയൊന്നും വേണമെന്നില്ല. കറി ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. കാരണം നല്ല രുചിയാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ അടുത്ത പച്ച കളറുള്ള മാവും ഇതേപോലെ 4 പീസാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഒന്ന് ബോൾസാക്കി എടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് പരത്തിയെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു മാവ് എടുത്തിട്ട്, വെള്ള കളറുള്ള മാവാണ് കേട്ടോ എടുത്തിട്ടുള്ള, പ്ലെയിൻ ആയിട്ടുള്ള മാവാണ്. അത് ജസ്റ്റ് ഇതുപോലെ കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മല്ലിയില വെച്ചിട്ടുള്ള മാവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറിയൊരു റൗണ്ട് ഷേപ്പ് ആക്കി എടുത്താൽ മതി. ഇതുപോലെ നമ്മൾ 4 എണ്ണം ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 4 എണ്ണം വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. 2 ബാച്ചായിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ പരത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് 4 ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ എണ്ണയൊന്നും ആക്കിയിട്ടില്ല. നമ്മളിനി പൊടിയിട്ടിട്ട് തന്നെ പരത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. തിരിച്ചും മറിച്ചു വിട്ടിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിനി ഒന്ന് പൊടിയിട്ട് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് പരത്തിയെടുക്കാം. ഈ ഒരു കളറും ഇതൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ നന്നായിട്ട് പരത്തിയെടുക്കുക. ഇത് ഒരുപാട് തിന്നാക്കി എടുക്കേണ്ട, ചെറിയൊരു തിക്നെസ്സിൽ തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. കാരണം നമുക്കിതിന് വീണ്ടും കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് അങ്ങനെ കറക്റ്റ് സൈസ് വേണം അങ്ങനെയൊന്നുമില്ല. ഞാൻ ഏകദേശം ഒരു കുഞ്ഞു വിരലിൻ്റെ അത്രയും നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 4 പീസാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലെയർ കറക്റ്റായിട്ട് ഉണ്ടാക്കി വരുമ്പോഴും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ അറ്റത്തുള്ളതും ഇതിൻ്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം അത് ചെറുതാണ്, അത് മാത്രമായിട്ട് പരത്തി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഉണ്ടാവുക. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി നമുക്കിതിനെ ഇഷ്ടമുള്ള ഷേപ്പിൽ, ഇഷ്ടമുള്ള വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുഞ്ഞു പൂരിയ വേണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, നല്ല ആ ഒരു ഭംഗിയുള്ള ലെയറും ഗ്രീനും വൈറ്റൊക്കെ ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം.
ഞാനിത് വൈകുന്നേരമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് പൊടിയിട്ട് പരത്തിയെടുക്കുക ചെയ്യുന്നത്. ഇനി നമ്മൾ പൂരിക്ക് എത്ര തിക്നെസ്സിലാണോ പരത്താറുള്ളത് അതേപോലെ തന്നെ പരത്തിയെടുത്താൽ മതി. അപ്പം ഞാനിത് കുറച്ച് വട്ടത്തിലുള്ള പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കുക. കുറച്ച് കനത്തിൽ വേണം പരത്താൻ, എന്നാലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് പൊങ്ങി വരുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തേക്കുക, നന്നായിട്ട് വെന്ത് കിട്ടാനാണ്. ഈ സൈഡ് റെഡി ആകുമ്പോൾ നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെയല്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. 2 തവണ കുഴക്കേണ്ടതുകൊണ്ട് നമ്മൾ സാധാരണ പൂരിനേക്കാൾ ഇത്തിരി പണിയുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് ഈവനിങ് ഒക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.